കെയർ ഹോം നിങ്ങൾക്കറിയാം, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 2-3 വർഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു 300 മീറ്റർ അവിടുത്തെ സ്റ്റേഡിയത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു 40 സെൻറ്റ് സ്ഥലത്ത് 7 നില കെട്ടിടമുള്ള ബിൽഡിംഗാണ്. അതിന് ചുറ്റുപാട് ഭംഗിയാണ്. അതിൻ്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം. ഒരുപാട് മരങ്ങളുള്ള നല്ല പച്ചപ്പുള്ള നല്ല ഒരു സ്ഥലം. ഈ കെയർ ഹോമിനോട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ക്യാൻസർ രോഗികൾക്കും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള താത്കാലികമായ ഒരു ഷെൽട്ടർ ഹോമാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ക്യാൻസർ രോഗികൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്കറിയാം, അവർക്ക് കീമോതെറാപ്പി എല്ലാ ദിവസവും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. മറിച്ച് ഒന്നരാടം അല്ലെങ്കിൽ ചിലവർക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള താമസം മിക്കവാറും വലിയ RCCയിലും വെല്ലൂരിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അവർ തൊട്ടടുത്ത ലോഡ്ജിൽ പോയിട്ട് വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ജീവിക്കാറാണുള്ളത്. നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് അവർ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവർക്ക് വീട്ടിലേക്ക് പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ, നമ്മൾ കീമോ എടുത്തിട്ട് ഓൾറെഡി രോഗികൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വായിൽ പുണ്ണ്, അവർ ഛർദി വരുന്നു, മുടി കൊഴിയുന്നു, ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ട്, അതുകൂടാതെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട്. ഇതൊക്കെ കാരണം അവർ സാധാരണ ചെയ്യാറ് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാറാണുള്ളത്. ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് ഇൻഫെക്ഷൻ. ഈ ഇൻഫെക്ഷൻ കാരണം പലപ്പോഴും രോഗികൾ മരണപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ ഈ കാലയളവിൽ ഈ കീമോതെറാപ്പീൻ്റെ ഇടയിൽ അവർക്ക് കോളേജിന് തൊട്ടടുത്ത് നല്ലൊരു ഷെൽട്ടർ ഹോം, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒരു ഷെൽട്ടർ ഹോം നമ്മൾക്ക് നൽകാൻ പറ്റുകയാണെങ്കിൽ അത് അവരെ ചികിത്സയിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കും. അതേപോലെ തന്നെ നമ്മൾക്കറിയാം, റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് മാസങ്ങളോളം ഹോസ്പിറ്റലിൽ അടുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഈ റീനൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കൂടി ഒരു നിലയുണ്ട്. ഒരു നില കുട്ടികളുടെ ക്യാൻസറിനാണെങ്കിൽ, ഒരു നില ഒരു മുതിർന്നവർക്ക് അഡൾട്ട് ക്യാൻസേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കെയർ ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ഓരോ നിലയിൽ നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. എമർജൻസി മെഡിക്കൽ സർവീസ് കൊടുക്കാൻ അതിനുള്ള എമർജൻസി കെയർ ഉണ്ട്, ഡ്രസ്സിംഗ് റൂമുണ്ട്. അതേപോലെ തന്നെ രോഗികൾക്കും കൂടെയുള്ളവർക്ക് ഹെൽപ്പ് ഡെസ്ക്. ഇതൊരു ഹോസ്പിറ്റലല്ല, മറിച്ച് ഇങ്ങനത്തെ രോഗികൾക്ക് താത്കാലികമായി കൊടുക്കുന്ന സേവനമാണ്. മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടാതെ ഇവിടെയുള്ളത് കൗൺസിലിംഗ് റൂം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, മരണം തൊട്ട കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളും ബൈസ്റ്റാൻഡേഴ്സ്, അവർക്ക് കൗൺസിലിംഗ് റൂം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടിയുള്ള കോൺഫറൻസ് ഹാൾ, അതേപോലെ കുട്ടികൾക്ക് ലുക്കീമിയ ബാധിച്ചും ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, രോഗികൾക്ക് ബൈസ്റ്റാൻഡേഴ്സിന് ഫ്രീ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്, വൃത്തിയായ ഭക്ഷണം പാചകം ചെയ്യാനുള്ള നല്ല കിച്ചൺ ഫെസിലിറ്റി, നല്ല ശുദ്ധവെള്ളം കിട്ടാനുള്ള വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ഒക്കെ ഈ കെട്ടിടത്തിൻ്റെ ഭാഗമാണ്. ഇതുകൂടാതെ ഒരു നില പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ഹോം, അവിടെ വരുന്ന പഠിക്കാൻ MBBSഉം BDSഉം നഴ്സിംഗൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഡോർമിറ്ററിയും ഒരു ചെറിയ ഹോസ്റ്റൽ സംവിധാനവും ഉണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ കെട്ടിടമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞു, ലിഫ്റ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം കഴിഞ്ഞു, സ്റ്റെയർ കേസും ഹാൻഡ് റെയിൽസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള പണികൾ ഏതൊക്കെയാ വെച്ചാൽ ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ്, സാനിറ്ററി വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട, ടോയ്ലറ്റ് ടൈൽ വർക്ക് നടക്കുന്നുണ്ട്, അലൂമിനിയം ഫാബ്രിക്കേഷൻ, പെയിൻറ്റിംഗ് വർക്ക്, സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെയാണ് ഇനി ബാക്കിയുള്ള നടക്കാനുള്ള പല പദ്ധതികൾ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഒരുപാട് പേരുടെ വലിയ വിശാലമായ ഹൃദയത്തിൻ്റെ സമ്പത്ത് കൊണ്ട് മാത്രമാണ് ഈ കെട്ടിടം ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ഇനിയും സംഘാടകർ പറയുന്നത് ഇനിയും ഇതിന് ഏകദേശം 2.5 കോടി ചെലവ് ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റംസാനിൽ തന്നെ പലവരുടെയും സദക്കയും സക്കാത്തിലൂടെ തന്നെ ഈ 2.5 കോടി അള്ളാഹു നമ്മൾക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അതിനുശേഷം നമ്മൾ ആഗ്രഹിക്കുന്നത് 2017 ഡിസംബർ ആകുമ്പോഴേക്കെങ്കിലും ഈ കെയർ ഹോം എന്നുള്ള പദ്ധതി തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ അറിയണം ഇതിൻ്റെ മെയിൻ്റനൻസ്. ഓരോ മാസം ഇതിന് ഏകദേശം പറയപ്പെടുന്നത് 13.5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് അത് അത്ര ഒരു വലിയൊരു സംഖ്യയല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 500-1000 പേർ ഓരോ മാസം നമ്മുടെ ശമ്പളത്തിൽ നിന്നൊരു 1000-2000 മാറ്റി വെച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മൾക്ക് നേടിയെടുക്കാം. നമ്മുടെ മൊബൈലിൽ കൊടുക്കുന്ന ഒരു മാസം റെൻറ്റ്, നമ്മളൊരു ദിവസം പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡ് തിന്ന് കൊടുക്കുന്ന സമ്പത്ത്, അത് നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ ഗുണം ചെയ്യും. മതം പഠിപ്പിക്കുന്നതാണ് സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പേരെന്നെ റഹ്മാൻ എന്നാണ്, മഹാകാരുണ്യവാൻ. ദൈവം പഠിപ്പിക്കുന്നു ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, ആകാശത്തിലുള്ള നിങ്ങളോട് കരുണ കാണിക്കുമെന്നുള്ളത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് ആകാശത്തിലുള്ളവൻ ഒരിക്കലും കരുണ കാണിക്കില്ല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ സൃഷ്ടികളെ എനിക്കും നിങ്ങൾക്കും സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാത്ത സൃഷ്ടാവിനെ സ്നേഹിക്കാൻ പറ്റില്ല സഹോദരന്മാരെ.
നമ്മുടെയൊക്കെ മരണത്തോട് അടുത്തിരിക്കുകയാണ്. നമ്മളൊക്കെ ഏത് നിമിഷം മരിക്കാൻ സാധ്യതയുള്ളവരാണ്. മരണത്തോടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നിൽക്കും. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുനാഫിഖൂനിലെ 10-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യനും മരണത്തിൻ്റെ സമയം എത്തിയാൽ എല്ലാവരും തീർച്ചയായിട്ടും മരിക്കും. അപ്പോൾ മനുഷ്യൻ പറയുന്നത് ഫ അസ്വദ്ദഖ, എനിക്ക് കുറച്ച് നേരം കൂടി സമയം നീട്ടിയിട്ടാൽ ഞാൻ ഫ അസ്വദ്ദഖ, ഞാൻ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാം എന്ന് അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് ഓരോ മനുഷ്യനും ആ മരണവേളയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യൻ അപ്പോൾ മനസ്സിലാകും, എൻ്റെ ബാങ്കിലുള്ള ഒരുപാട് അക്കൗണ്ടുകളും ഡെപ്പോസിറ്റുകളും എനിക്ക് ഒരു ഉപകാരം അപ്പോൾ ചെയ്യാൻ പോകുന്നില്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഖബർ ജീവിതത്തിൽ, നമ്മുടെ ബർസഖിയായ ജീവിതത്തിൽ തീർച്ചയായിട്ടും എത്തും. സഹോദരന്മാരെ, അല്ലാഹു സൂറത്തുൽ യാസീനിലെ 12-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആസാറും അതിൻ്റെ അനന്തരഫലങ്ങളും. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു സഹോദരന്മാരെ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മരണത്തിൻ്റെ ശേഷം ഖബർ ജീവിതത്തിലേക്ക് നമ്മുടെ ദാനധർമ്മങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തും. കെയർ ഹോമിന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം, അത് നിങ്ങളുടെ സമയമാവട്ടെ, നിങ്ങളുടെ ബുദ്ധിയാവട്ടെ, നിങ്ങളുടെ ആരോഗ്യമാവട്ടെ, നിങ്ങളുടെ സമ്പത്താവട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ആവട്ടെ, എല്ലാം അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും എത്തും. അവിടെ അനുഭവിക്കുന്ന ഓരോ രോഗികൾക്ക് കിട്ടുന്ന ആശ്വാസം, അവർക്ക് കിട്ടുന്ന സമാധാനം, അവർക്കെല്ലാം നമ്മളെ നാളെ പരലോക ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണും. സഹോദരന്മാരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ കൊടുക്കരുത്. ഏതെങ്കിലും സംഘടനയുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കരുത്. മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരണം. അവിടുത്തെ രോഗികളുടെ അവസ്ഥ മനസ്സിലാക്കണം, അവരോട് സംസാരിക്കണം. അതിന് ശേഷം നിങ്ങൾ കെയർ ഹോം പോയിട്ട് സന്ദർശിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കമായ നിയത്തോടെ വെറും അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാവണം കൊടുക്കേണ്ടത്. അങ്ങനത്തെ ദാനധർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും സ്വീകരിക്കും. നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെപ്പോഴും എല്ലാവിധ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കും. എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഒരുപാട് ആരോഗ്യം ആഫിയത്തും ഇട്ടുവരും. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു കെയർ ഹോം വലിയൊരു സാമൂഹ്യ വിപ്ലവമാവും. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പ്രോജക്റ്റായിട്ട് എടുക്കരുത്, ഇത് നിങ്ങളുടെയും കൂടി ഒരു പ്രോജക്റ്റാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇഷ്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും ശാരീരിക, മാനസിക, കുടുംബ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൈകോർത്ത് പിടിച്ചാൽ ഇതൊരു വൻ വിജയമായിട്ട് മാറും. അത് മാത്രമല്ല, ഒരു കെയർ ഹോം വന്നാൽ ഇത് മറ്റു എല്ലാവർക്കും ഇതൊരു മാതൃകയായിത്തീരും. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 60-ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. അതൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാൻ പോവാണ്. അപ്പം ഒരുപാട് കെയർ ഹോം ഇൻഷാ അല്ലാഹ് നാളെ അവിടെ വരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും നിയത്തുകൾ നിഷ്കളങ്കമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരെയും എല്ലാവിധ രോഗങ്ങൾ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.